ഹായ് അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അവൽ വെച്ചിട്ടാണ് ഈ ഒരു ലഡു തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം അതിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് അവൽ ചേർത്ത് കൊടുക്കുക. അതേ സെയിം കപ്പ് തന്നെ 1 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. ഒരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ അവിലും തേങ്ങയൊക്കെ നല്ലോണം ഒന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിനു ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി അതേ സെയിം പാനിൽ തന്നെ 1 കപ്പ് ശർക്കര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി ഒന്ന് തിളച്ച് വരുന്ന ഈ ഒരു സമയത്ത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള അവലിൻ്റെ മിക്സാണ് കേട്ടോ. അതും കൂടി ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി മധുരം ഇതിലേറെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ശർക്കര മെൽറ്റാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് കയ്യിൽ നട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ നട്സ് ഇല്ലാത്ത കാരണം കൊണ്ട് ഞാനിവിടെ വൈറ്റ് എള്ളാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ്. നട്സൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് ചൂടാറിയതിനു ശേഷം കൈ വെച്ചിട്ട് അതുപോലെ ലഡുവിൻ്റെ ഒരു രൂപത്തിൽ നമുക്ക് റോളാക്കിയിട്ടെടുക്കുക. അപ്പോൾ അത് അവൽ വെച്ച് ചെയ്തിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.